ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 2 സ്വരാക്ഷരം പഠിക്കാം കേട്ടോ. ആ എങ്ങനെ എഴുതണമെന്ന് നോക്കിക്കോളൂ. ആ ആ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ 15 എണ്ണമുണ്ട്. ഈ സ്വരാക്ഷരങ്ങൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അവർക്ക് ആരുടെ സഹായവും വേണ്ട. എന്നാൽ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് സഹായം വേണം. അപ്പം നമ്മൾ ഇന്ന് 5 വ്യഞ്ജനാക്ഷരങ്ങൾ കൂടി പരിചയപ്പെടുത്തുകയാണ് ഞാനിവിടെ. നിങ്ങളത് ഒന്ന് പഠിച്ചു വയ്ക്കുക. ക അധികം ഈ സ്വരാക്ഷരം കൂടി ചേരും. അപ്പം വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ എപ്പോഴും സ്വരാക്ഷരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ക അധികം ആ എന്നുള്ളതിനെ നമ്മൾ വായിക്കും കാ. ഇനി ച് അധികം ചായാണ് കേട്ടോ. ച് ഇവിടെ ഇങ്ങനെ നേരെ വരണം. ച് അധികം ആ, ഇതിനെ നമ്മൾ ച എന്ന് വായിക്കും. ഡ് അധികം ആ, ഇതിനെ നമ്മൾ ഡ എന്ന് വായിക്കും. ത് അധികം ആ, ഇതിനെ നമ്മൾ ത എന്ന് വായിക്കും. പ് അധികം ആ, ഇതിനെ നമ്മൾ പ എന്ന് വായിക്കും. അപ്പം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, വ്യഞ്ജനാക്ഷരങ്ങളിൽ ക ച ഡ ത പ 5 അക്ഷരങ്ങളാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ 5 വ്യഞ്ജനാക്ഷരങ്ങൾക്കും ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല. കൂടെ ആരുണ്ട്? ആ എന്ന സ്വരാക്ഷരമുണ്ട്. ക അധികം ആയാണ് ക, ച അധികം ആയാണ് ച, ഡ് അധികം ആയാണ് ഡ, ത് അധികം ആ ആണ് ത, പ് അധികം ആ ആണ് പ. ഇതിനെ നമ്മൾ അധികം എന്ന് വിളിക്കുന്നു. 15 സ്വരാക്ഷരങ്ങളും 36 വ്യഞ്ജനാക്ഷരങ്ങളുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 15 സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുമാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിൽ സ്വരാക്ഷരങ്ങളിലെ 2 അക്ഷരമാണ് പരിചയപ്പെടാൻ പോകുന്നത്. വ്യഞ്ജനാക്ഷരങ്ങളിലെ 5 അക്ഷരങ്ങളും. സ്വരാക്ഷരങ്ങളിലെ ആ ചേർത്ത് വരുന്ന 5 വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ആ ചേർന്ന് വരുമ്പോൾ എങ്ങനെയുണ്ടാവും നോക്കാം. ക അധികം ആ ഉണ്ടോ? ഇവിടെ ആയാവുമ്പോൾ ക എന്ന് വായിച്ചു. ആ എന്നാവുമ്പോൾ ദീർഘമാണ് വരുന്നത്. അപ്പൊ എങ്ങനെ വരും? കായിന്റെ കൂടെ ആയുടെ ചിഹ്നടും. ദീർഘം കാ. ച അധികം ആ ആ ച, ഇവിടെ ദീർഘം ഇട്ട് കൊടുക്കണം. ദീർഘത്തെ പഠിക്കുക. ഡ് അധികം ആ ഡ, ത് അധികം ആ ത, പ് അധികം ആ പ. അപ്പൊ ആ എന്ന സ്വരാക്ഷരവും ആ എന്ന സ്വരാക്ഷരവും ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അത് വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ വരുമ്പോൾ എങ്ങനെയാണ് വായിക്കുക എന്നും പഠിച്ചു കഴിഞ്ഞു. ക ക, ച ച, ഡ ഡ, ത ത, പ പ. വീഡിയോ ആവർത്തിച്ച് കാണുക. ഇത് മൊത്തം പരിചയപ്പെടുക. ഇനി നിങ്ങൾക്ക് എഴുതാനുള്ളതാണ് തരുന്നത്. കോപ്പിയിൽ എഴുതാനുള്ളതാണ് തരുന്നത്. അത് നന്നായിട്ട് വായിച്ചെഴുതി പഠിക്കുക. നിങ്ങളുടെ കോപ്പിയുടെ 8ാമത്തെ പേജ് എടുക്കുക. അതിനുശേഷം ഞാൻ ഈ എഴുതുന്നത് പറഞ്ഞു എഴുതി പഠിക്കണേ. ക, നോക്കൂ ക എഴുതുന്നത്. ക ഇങ്ങനെ തന്നെ എഴുതണം. ചിലരൊക്കെ കുറുക്ക് വഴി കൂടിയാണ് എഴുതി പഠിക്കുക. പിന്നെയും ക തന്നെ എഴുതുക. താഴേക്ക് വന്ന് ഇതിനോട് ഇങ്ങനെ ചേരണം. വീണ്ടും താഴേക്ക് പോയി ക. അപ്പം നിങ്ങൾ കുറേ അക്ഷരങ്ങൾ പഠിച്ചതുകൊണ്ട് ഇത് എഴുതാൻ ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇങ്ങനെ ക 3 പ്രാവശ്യം എഴുതുക കേട്ടോ. ഇനി ദീർഘം ചേരുമ്പോൾ ഇതിപ്പോൾ ക അധികം ആയാണ് ക. ക അധികം ആ ചേരുമ്പോൾ നമ്മൾ ദീർഘം ഉപയോഗിക്കൂടെ. ക
കാ ക കാ. ഇങ്ങനെ തന്നെ പഠിക്കണേ. ക കാ. നിങ്ങളുടെ കോപ്പിയുടെ 8ാമത്തെ പേജിൽ എഴുതേണ്ടതാണിത് കേട്ടോ. അടുത്ത വ്യഞ്ജനാക്ഷരം തരാം. ച എഴുതണത് നോക്കൂ. കുറച്ച് മുന്നോട്ട് പോയിട്ട് പിന്നോട്ട് വന്നിട്ട് നേരെ വളയാതെ മുകളിലേക്ക് പോവുക. ച ച അധികം ആ. ച ച അധികം ആ. ച. ഇവിടെ ഇങ്ങനെ ഉരുണ്ടു വരണേ. ച. ഇനി ദീർഘമിടുമ്പോഴോ ച ച ച ച. അപ്പം നിങ്ങളിപ്പോൾ 2 അക്ഷരം പഠിച്ചു കഴിഞ്ഞു. ക ച. ക ച. ഇനി നമുക്ക് ഡ എങ്ങനെ എഴുതണമെന്ന് നോക്കാം. എളുപ്പമാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് പോലെ. ഡ ഡ ഡ. ദീർഘമിടുമ്പോൾ ഡ ഡ ഡ. അടുത്തത് ത. ഇങ്ങനെ റാ എഴുതി ഇങ്ങനെ കയറി വീണ്ടും ഒരു റാ അപ്പുറത്ത് പോയി ചാടുക. ഇതാണ് ത. 2 വരെയും മുട്ടിച്ചെഴുതണേ. ത. പെൻസിൽ കൊണ്ട് തന്നെ എഴുതണേ. ത. ഇനി നമ്മൾ ദീർഘമിടുമ്പോൾ താ താ താ. അപ്പോൾ ദീർഘത്തെ പഠിഞ്ഞില്ലേ. ഇനി ഒരക്ഷരം കൂടി. പ. ചെറിയ റാടുക, നീട്ടുക, മുകളിലേക്ക് വളയാതെ നീട്ടുക. പ പ പ. ദീർഘമിടുമ്പോൾ പാ പാ. പറഞ്ഞെഴുതണേ. പാ. 5 വ്യഞ്ജനാക്ഷരങ്ങളാണ് നിങ്ങളിപ്പോൾ പഠിച്ചത്. ക ച ഡ ത പ. മറക്കാതെ പഠിക്കണം. എഴുതി തന്നെ പഠിക്കണം. എങ്കിൽ മറക്കില്ല. ഇതിൻ്റെ കൂടെ ക അധികം ആ. ആ എന്ന സ്വരാക്ഷരം വന്നപ്പോൾ ക എന്ന് വായിച്ചു. ക അധികം ആ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമായ ദീർഘം വന്നപ്പോൾ കാ എന്ന് നമ്മൾ നീട്ടി വായിച്ചു. ഇതുപോലെ തന്നെ പഠിക്കണേ. കായും ചായും ഡായും തായും പായും എഴുതി പഠിക്കുക. ഇനി ഒരു കാര്യം ഓർക്കുക. വായും പായും ഉള്ള വ്യത്യാസം നിങ്ങളിപ്പോൾ പഠിക്കണം. വാ എന്ന അക്ഷരത്തിന് വലിയ റായും ചെറിയ വാലും, പാ എന്ന അക്ഷരത്തിന് ചെറിയ റായും നീണ്ട വാലും. ഇതെന്നും ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. സ്വരാക്ഷരങ്ങളായ ആയും ആയും കോപ്പിയിൽ എങ്ങനെയാണ് എഴുതുക? വളരെ എളുപ്പമാണ്. മറ്റക്ഷരങ്ങളൊക്കെ നിങ്ങൾ എഴുതിയില്ലേ കോപ്പിയിൽ? അതുകൊണ്ട് ഇപ്പോൾ ഇത് എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. ആ ആ. ഇവിടെ വന്ന് മുറുക്കി ഇവിടെ വന്നിട്ട് പിന്നെ താഴത്തോട്ട് പോകണം കേട്ടോ. 2 വരയുടെ താഴത്തോട്ട് പോകണം. ആ ആ. ആ അക്ഷരങ്ങൾ എപ്പോഴും നമ്മൾ വ്യക്തതയോടുകൂടി വേണം എഴുതാൻ. ആ ആ. അപ്പം നിങ്ങൾ കോപ്പിയുടെ ബാക്കി 1/2 പേജിലാണ് നിങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുന്നത്. ബാക്കിയുള്ള ഭാഗത്ത് ഈ സ്വരാക്ഷരങ്ങളെ എഴുതി പഠിക്കണേ. ആ ആ എന്ന് എഴുതി പഠിക്കണേ. ഇന്ന് നമ്മുടെ 8ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സോടുകൂടി നമ്മളിപ്പോൾ കുറേ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വ്യക്തമായി തന്നെ പഠിച്ചു പോകണം. ഓരോ ക്ലാസ്സിൽ എടുക്കുന്നതും അന്ന് തന്നെ ഹൃദിസ്ഥമാക്കാൻ എല്ലാവരും ശ്രമിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം.